സാംസങ്ങിന്റെ ഹൈ എൻഡ് ഫോണുകളായിട്ടുള്ള S24 അൾട്രയിലും S23 അൾട്രയിലും ഒക്കെ കണ്ടിരുന്ന ഒരു AI ഫീച്ചർ ഇപ്പോൾ സാംസങ്ങിന്റെ A സീരീസ് സ്മാർട്ട് ഫോണുകളിലേക്ക് കൂടി കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ A സീരീസ് ഫോണുകളായിട്ടുള്ള സാംസങ് ഗാലക്സി A55നും ഗാലക്സി A35നും ഇപ്പോൾ മികച്ച വിലക്കുറവും വരുത്തിയിട്ടുണ്ട് സാംസങ്. ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഗൂഗിളുമായിട്ട് ചേർന്ന് നേരത്തെ കൊണ്ടുവന്നിരുന്ന ഒരു AI സംവിധാനമാണ് സർക്കിൾ ടു സെർച്ച്. അതായത് നമുക്ക് വേണ്ടുന്ന എന്ത് കാര്യങ്ങളും ഫോണിന്റെ സ്ക്രീനിൽ ഇത്തരത്തിലൊരു സർക്കിൾ വരച്ചുകൊണ്ട് സെർച്ച് ചെയ്യാം എന്നുള്ള ഒരു ഫീച്ചർ ആയിരുന്നു സർക്കിൾ ടു സെർച്ച് എന്ന AI ഫീച്ചർ. ഈ ഒരു ഫീച്ചർ ഇപ്പോൾ സാംസങ്ങിന്റെ A സീരീസ് ഫോണുകളായിട്ടുള്ള സാംസങ് ഗാലക്സി A55ലും A35ലേക്കും സാംസങ് കൊണ്ടുവന്നിരിക്കുന്നു. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടുള്ള OnUI 6.1 അപ്ഡേറ്റ് വഴിയാണ് ഇപ്പോൾ സാംസങ് ഗാലക്സി A55ലും ഗാലക്സി A35ലും സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഫീച്ചർ സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഫീച്ചർ പ്രകാരം നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ കാണുന്ന എന്ത് കാര്യത്തെയും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താം എന്നുള്ളതാണ് പ്രത്യേകത. അത്തരത്തിൽ സെർച്ച് ചെയ്യുന്നത് വളരെ എളുപ്പത്തിലാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. അതായത് നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ കാണുന്ന എന്ത് കാര്യവും നമുക്ക് അതിനെക്കുറിച്ച് ഗൂഗിളിൽ കൂടുതൽ തിരയണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ഇത്തരത്തിലൊരു സർക്കിൾ വരച്ചാൽ മാത്രം മതി. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ട് റീലിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു സ്ഥിരം പതിവാണല്ലോ. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു ഷർട്ടോ അല്ലെങ്കിൽ അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു കൂളിംഗ് ഗ്ലാസോ ഒക്കെ നമുക്കും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ പുള്ളി ഇത് എവിടുന്ന മേടിക്കുന്നതെന്ന് നമുക്ക് സാധാരണ അറിയില്ല, അല്ലേ? എന്നാൽ അദ്ദേഹം ഇത്തരത്തിൽ ട്രെൻഡി വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വരുന്ന ഒരു റീൽ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളുടെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ടാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ ആ ഷർട്ടിന്റെ മുകളിൽ ഇത്തരത്തിൽ ജസ്റ്റ് കൈ കൊണ്ടൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ ഇട്ടിരിക്കുന്ന ഷർട്ടിന് തുല്യമായിട്ടുള്ള ഗൂഗിൾ സെർച്ചുകൾ നടത്തി അത് ബൈ ചെയ്യുന്നുള്ള ലിങ്കുകളൊക്കെ നമുക്ക് നിഷ്പ്രയാസം നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഗൂഗിൾ സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു AI ഫീച്ചറിന്റെ പ്രത്യേകത. ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെല്ലുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന മറ്റൊരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ബസിന്റെ ഒരു ബോർഡ് ഇംഗ്ലീഷിലോ അല്ല നമുക്കറിയാവുന്ന മലയാളം ഭാഷയിലോ അല്ലെങ്കിൽ നമ്മൾ ഫോണിന്റെ ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് അവരുടെ ഭാഷയിൽ എഴുതിയ ബോർഡ് ഇതുപോലെ കാണുന്ന സമയത്ത് നമ്മൾ ഫോണിന്റെ സ്ക്രീനിൽ ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ ആ കണ്ട നമുക്കറിയാത്ത ഭാഷയെ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും ഗൂഗിൾ സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഹോംവർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഫോർമുലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കും ഇതുപോലെ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഫോട്ടോ ജസ്റ്റ് എടുത്തതിന് ശേഷം ഇത്തരത്തിൽ സർക്കിൾ ടു സെർച്ച് വഴി ആ ഒരു ഫോർമുലയ്ക്ക് ചുറ്റും ഒരു വട്ടം വരച്ചാൽ അതിന്റെ കൃത്യമായ ഉത്തരം ഗൂഗിൾ തന്നെ കണ്ടെത്തി തരികയും ചെയ്യും. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു ലാൻഡ്മാർക്ക് ഫോട്ടോ കണ്ടു, അത് എവിടെയാണ് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ഫോട്ടോയുടെ മുകളിലും ഇതുപോലെ ഒന്ന് സർക്കിൾ ടു സെർച്ച് വഴി ഒരു സർക്കിൾ വരച്ചാൽ അതെന്താണ്, എവിടെയാണ്, ഏത് ലാൻഡ്മാർക്കാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമ്മൾ സ്ക്രീനിൽ തെളിയുകയായി. അതുപോലെ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ ചിലപ്പോൾ കിളിച്ചു വരുന്ന ചില ചെടികളൊക്കെ നമുക്ക് ഏതാണെന്ന് ചിലപ്പോൾ അറിയണമെന്നില്ല, അല്ലെ? ചില സ്പെഷ്യൽ പ്ലാന്റുകൾ, അതുപോലെ ചില നായകളുടെയൊക്കെ ഫോട്ടോകൾ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് സ്പീഷീസ് ആണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലൊക്കെ ആ ഫോട്ടോകളുടെ മുകളിൽ ജസ്റ്റ് നമ്മൾ ഇതുപോലെ സർക്കിൾ ടു സെർച്ച് വഴി സർക്കിൾ വരച്ചാൽ അത് ഏതാണെന്നും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിൾ വഴി സെർച്ച് ചെയ്യാനും ഈ ഒരു സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നിരവധി സെർച്ചിങ് ഓപ്ഷനുകളാണ് ഈ ഒരു സർക്കിൾ ടു സെർച്ച് വഴി നൽകുന്നത്. നേരത്തെയൊക്കെ ഇത്തരം ഒരു സംവിധാനം നമ്മൾ ഫോണുകൾ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ടുന്ന വിഷയം നമ്മൾ ഇതുപോലെ സ്ക്രീനിൽ കാണുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിൾ ലെൻസിനകത്ത് പോയി അത് അറ്റാച്ച് ചെയ്ത് പിന്നെ സെർച്ച് ചെയ്ത് അങ്ങനെ കുറച്ച് ഒരു ടാസ്ക് ആയിരുന്നു അത്തരം ഒരു സെർച്ച് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഫീച്ചർ വന്നതിന് ശേഷം നമുക്കത് വളരെ ഈസിയായി സർക്കിൾ ടു സെർച്ച് വഴി ഒരു സർക്കിൾ വരച്ചുകൊണ്ട് ആ സർക്കിളിനുള്ളിലെ കാര്യം എന്താണെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ ഈ ഒരു AI ഫീച്ചർ നമ്മളെ സഹായിക്കും. ആ ഒരു AI ഫീച്ചർ ഇപ്പോൾ സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് സാംസങ്ങിന്റെ A സീരീസിലേക്കും സാംസങ് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാംസങ് ഗാലക്സി A55ലും ഗാലക്സി A35ലും വന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു ഫോണിന്റെ ക്യാമറ, അതുപോലെ ഗാലറി, അതുപോലെ വെബ് ബ്രൗസർ, യൂട്യൂബ് ആപ്ലിക്കേഷൻ, മറ്റു ചില ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. കൂടാതെ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഇപ്പോൾ സാംസങ്ങിന്റെ ഗാലക്സി A54, A34, ടാബ് S9 FE തുടങ്ങിയ ഡിവൈസുകളിൽ അപ്ഡേറ്റുകൾ വഴി ലഭിക്കുന്നുണ്ട്. ഇതാണ് സാംസങ്ങിന്റെ ഗാലക്സി A55, ഇതാണ് A35. ഇവിടെ A55 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് ഒരു പ്രീമിയം ഫീൽ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ കയ്യിൽ പിടിക്കുന്ന ഒരു ഫീൽ ലഭിക്കുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന ഫ്രെയിം എന്ന് പറയുന്നത് മെറ്റാലിക് ഫ്രെയിം ആണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഫോണിന്റെ ബാക്ക് ഗ്ലാസ് കൊണ്ടാണ് ഇവിടെ A55ൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫോണിന്റെ ബാക്ക് ഗ്ലാസും അതുപോലെ ഫ്രണ്ട് ഗ്ലാസും കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയും ഈ ഫോണിന്റെ ബാക്കിലോ അതുപോലെ ഫ്രണ്ട് ഡിസ്പ്ലേയിലോ ഒന്നും പെട്ടെന്നൊന്നും പോറലുകൾ വരില്ല എന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റ് ആണ്. ഈ പറഞ്ഞ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ ഒക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. പൊടി മാത്രം ആണിയിലുള്ള പൊടി പറ്റിയെന്നല്ലാതെ ഇതിനകത്ത് ഒരു സ്ക്രാച്ച് പോലും ഇല്ല. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ അത് അടിപൊളി തന്നെയാണ്.
അപ്പോൾ ഈ ഒരു മെറ്റാലിക് ഫ്രെയിമും ഈ ഒരു ഗ്ലാസ് ബാക്കും കൂടി ചേർന്നുകൊണ്ട് A55 എന്ന് പറയുന്ന ഈ ഒരു ഫോണിന് കിഡിലൻ ഒരു ഇൻ ഹാൻഡ് ഫീലും ഒരു പ്രീമിയം ഫീലും സമ്മാനിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു ഡ്രോപ്പ് ടെസ്റ്റ് ആണ്. താഴെ വീണത് പൊട്ടുമെന്ന് നോക്കാം. അധികം ഞാൻ ഉയരത്തിലൊന്നും അല്ല ഇടുന്നത്. ഈ ഒരു ഹൈറ്റ് ഈ ടേബിളിന്റെ മേലിട്ട് ഇടാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ധൈര്യം വരുന്നുള്ളൂ. കാര്യം എന്താ പറയുക, കുഴപ്പമൊന്നും ഫോൺ വരത്തില്ല, എങ്കിലും ഒരു ഫോൺ പോലും നശിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിവേ നമുക്ക് നോക്കാം എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന്. യെസ്, ഡിസ്പ്ലേ വന്ന് വീഴുന്ന രീതിയിലാണ് ഇട്ടത്. ഡിസ്പ്ലേക്ക് ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്ക് ഗ്ലാസ് പൊട്ടുമെന്ന് നോക്കാം. യെസ്, ഒരു കുഴപ്പവും എന്തായാലും ബാക്ക് ഗ്ലാസ്സിനും വന്നിട്ടില്ല. അതുപോലെ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാലും കിഡിലൻ ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും സമ്മാനിക്കുന്നത്. എസ്പെഷ്യലി ലോ ലൈറ്റിൽ നമുക്ക് കിഡിലൻ ഫോട്ടോകൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. സാംസങ് നൈറ്റോഗ്രാഫി എന്ന് വിളിക്കുന്ന തരത്തിൽ ലോ ലൈറ്റിൽ അധികം ഗ്രെയിൻ ഒന്നും ഇല്ലാതെ നല്ല ഫോട്ടോകൾ എടുക്കാൻ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിനകത്തും സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് A35ലും A55ലും ലോ ലൈറ്റിൽ എടുത്ത ഫോട്ടോകളാണ്. സൂപ്പർ ക്വാളിറ്റിയാണ് ഈ രണ്ട് ഫോണുകളും ലോ ലൈറ്റിൽ സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ ഡേ ലൈറ്റിലും കിഡിലൻ ഫോട്ടോകളും വീഡിയോകളും ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും. മാത്രമല്ല എയുടെ സഹായത്തോടു കൂടിയൊക്കെ പോർട്രേറ്റ് ഫോട്ടോകളും അതിമനോഹരമായിട്ട് എടുക്കാം. നമ്മൾ അത്തരത്തിൽ എടുക്കുന്ന ഫോട്ടോകളിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എയുടെ സഹായത്തോടു കൂടി അവ മായ്ച്ചു കളയാനും ഒക്കെ സാംസങ്ങിന്റെ ഗാലക്സി A55ലും A35ലും സാധ്യമാണ്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് HDR സപ്പോർട്ടും 4K വീഡിയോ സപ്പോർട്ടും സാംസങ് നൽകിയിട്ടുണ്ട്. കൂടാതെ മാക്രോ മോഡ് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും നമുക്ക് വളരെ ചെറിയ ഒബ്ജക്റ്റുകളുടെ ഫോട്ടോകൾ പോലും വളരെ അടുത്ത് ഫോൺ ആ ഒബ്ജക്റ്റുമായിട്ട് വളരെ അടുത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണുകളുടെ സെൽഫി ഫോട്ടോയും വീഡിയോയും അടിപൊളിയാണ്. അതിനും നമുക്ക് യാതൊരു കുറ്റവും പറയാൻ സാധിക്കുന്നില്ല. സാംസങ്ങിന്റെ വില കുറവുള്ള ഫോണുകളിൽ പോലും ക്യാമറ എന്ന് പറയുന്നത് എപ്പോഴും മികച്ചു നിൽക്കും. അപ്പോൾ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ A സീരീസിലെ ഫോണുകളിലെ ക്യാമറയെ പറ്റി അധികം പറയേണ്ടതില്ല. കിഡിലൻ ഫോട്ടോസും വീഡിയോസും തന്നെയാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും സമ്മാനിക്കുന്നത്. ക്യാമറയെ പോലെ തന്നെയാണ് സാംസങ് ഫോണുകളുടെ ഡിസ്പ്ലേ. അതും ഈ പറഞ്ഞ പോലെ സാംസങ്ങിന്റെ ഏറ്റവും വില കുറവുള്ള സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേ എടുത്താൽ പോലും കിഡിലൻ ഡിസ്പ്ലേ ആണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഈ രണ്ട് ഫോണുകളിലും സാംസങ് സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ HDR10+ സപ്പോർട്ടും ഈ ഒരു ഡിസ്പ്ലേക്ക് സാംസങ് നൽകിയിട്ടുണ്ട്. 1000 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്ഡോറിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ ഫോൺ പിടിച്ചാൽ പോലും നല്ല രീതിയിൽ ഫോണിന്റെ ഡിസ്പ്ലേ നമുക്ക് വിസിബിൾ ആണ്. കൂടാതെ വിഷൻ ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടി സാംസങ് ഈ ഫോണുകളുടെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പിടിച്ചാലും ആ കാണുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല കളറിൽ നല്ല പഞ്ചിയർ ആയിട്ട് നമുക്ക് കാണാൻ ഈ ഒരു വിഷൻ ബൂസ്റ്റർ ടെക്നോളജി സഹായിക്കും. മികച്ച സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും സാംസങ് ഈ ഫോണുകളിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാലക്സി A55ൽ 12GB റാമിന്റെ ഒരു വേരിയന്റ് കൂടി വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു A സീരീസിൽ ഇത്തരത്തിൽ 12GB റാം വരുന്നത് എന്നതും പ്രത്യേകതയാണ്. എക്സിനോസിന്റെ 1480 എന്ന് പറയുന്ന പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. സാധാരണ നമ്മൾ മലയാളികൾക്കിടയിൽ എക്സിനോസ് എന്ന് കേൾക്കുമ്പോൾ പലരും നെറ്റ് ചുളിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിന്റെ ആ ഒരു പ്രോസസ്സർ അങ്ങനെയുള്ള ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും നൽകുന്നില്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് നോക്കി. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ തെർമൽ ടെസ്റ്റ് നമ്മൾ നോക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഫോൺ ഗെയിമൊക്കെ കളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ അതിന്റെ തെർമൽ ടെസ്റ്റ് ചെയ്തു. നമുക്ക് മാക്സിമം വന്നിരിക്കുന്നത് 31.7 ആണ് ഗെയിം കളിക്കുന്നതിന് മുമ്പുള്ള ടെമ്പറേച്ചർ. ഇനി കുറച്ച് നേരം ഇത് ഗെയിം കളിച്ച് കഴിയുമ്പോൾ എത്രത്തോളം ഇതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു നോക്കാം. ഇവിടെ കുറച്ച് നേരം അനന്തു ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് BGMI കളിച്ചു. അപ്പോൾ ഒരുപാട് സമയമൊന്നും കളിച്ചില്ലെങ്കിലും നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ നോക്കാം. മാക്സിമം 37 വരെ ആയിട്ടുള്ളൂ. അതായത് 31.7 നിന്ന് കൂടിയ ടെമ്പറേച്ചറിന് പോലും 37 വരെ ആയിട്ടുള്ളൂ. സാധാരണ പല ഫോണുകളും 50 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ പോകാറുണ്ട്. ആ കണക്കിന് ഇത് ഓവർ ഹീറ്റിംഗ് ആവുന്നതേ ഇല്ല. മാത്രമല്ല ഇതിന്റെ ആ ഒരു CPU ത്രോട്ട്ലിംഗ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് മൊത്തത്തിൽ ഈ ഒരു എക്സിനോസ് 1480 എന്ന ആ ഒരു പ്രോസറും ഇവിടെ സാംസങ്ങിന്റെ A55ൽ കാഴ്ചവെക്കുന്നത്. മാത്രമല്ല ചെറുതായിട്ട് ഫോൺ ഒന്ന് ചൂടായാൽ പോലും അതിനെ കൃത്യമായിട്ട് തണുപ്പിക്കുന്നതിന് വേണ്ടി മികച്ച ഒരു വേപ്പർ കൂളിംഗ് ചേംബർ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലും സാംസങ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ലൈഫും കിഡിലുമാണ്. ഞാനൊരു വീഡിയോ യൂട്യൂബിൽ തന്നെ കണ്ടു. പല ഫോണുകൾ അതിന്റെ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു യൂട്യൂബർ ഒരു ബാറ്ററി ടെസ്റ്റ് നടത്തുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അതിനകത്ത് മണിക്കൂറുകളോളം നീണ്ടുന്ന ടെസ്റ്റുകൾ ആ ഒരു ക്രിയേറ്റർ ചെയ്യുന്നതായി കാണാം. അതിനകത്ത് ഓരോ ഫോണുകൾ ബാറ്ററി ലൈഫ് കഴിഞ്ഞ് ഓഫായിട്ടും ഏറ്റവും അവസാനം വരെ നിലനിന്നത് ആ ഒരു പ്രൈസ് കാറ്റഗറിയിലുള്ള ഫോണുകളിൽ സാംസങ് ഗാലക്സി A55 ആണ് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം മികച്ച ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്.
മാത്രമല്ല ഇതിനകത്ത് IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ അല്പം മഴ നനഞ്ഞാലോ വെള്ളം വീണാലൊന്നും യാതൊരു പ്രശ്നവും അതുകൊണ്ട് തന്നെയും വരില്ല. വേണമെങ്കിൽ ഒന്ന് വെള്ളവും ഒക്കെ ഒന്ന് തൊട്ട് വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലും വലിയ വിഷയങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിന് വരില്ല. നോക്സ് വോൾട്ട് EAL5+ സർട്ടിഫിക്കേഷനും ഈ ഫോണുകൾക്ക് സാംസങ് നൽകിയിട്ടുണ്ട്. എന്താണ് സാംസങ്ങിന്റെ നോക്സ് വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം ഇന്ന് നമ്മൾ സ്മാർട്ട് ഫോണുകളിൽ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല അല്ലേ. നമ്മളുടെ ബാങ്കിങ് ഉൾപ്പെടെ അല്ലേ, നമ്മൾ സാംസങ് പേ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ പേയ്മെന്റുകൾ ഒക്കെ ചെയ്യുന്ന ഒരു ഡിവൈസായി മാറിയിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണുകൾ വളരെ സെക്യൂർ ആയിരിക്കണം. ഇതിന് നമ്മളുടെ സാംസങ്ങിന്റെ ഈ ഒരു നോക്സ് വോൾട്ട് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ നമ്മെ സഹായിക്കും. അതായത് നമ്മുടെ ഫോണിനകത്തുള്ള ഡേറ്റ പൂർണ്ണമായും സെക്യൂർ ആക്കാൻ സാംസങ് നോക്സ് വോൾട്ട് നമ്മെ സഹായിക്കും. നമ്മളുടെ ഫിംഗർ പ്രിന്റ് അതുപോലെ നമ്മളുടെ പല ആപ്ലിക്കേഷൻസിന്റെ പാസ്വേഡും ഒക്കെ നമ്മൾ നമ്മുടെ ഫോണുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പുറത്തേക്ക് മറ്റൊരാളുടെ കൈകളിലേക്ക് എത്താതെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാംസങ് നോക്സ് വോൾട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നമ്മെ സഹായിക്കും. മാത്രമല്ല ഫോണിലേക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായാൽ അപ്പോൾ തന്നെ സാംസങ്ങിന്റെ നോക്സ് വോൾട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഉടൻ തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയും അതുപോലെ ഫോണിനെ കൂടുതലായിട്ട് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ സെക്യൂർ ഫോൾഡർ, നമ്മളുടെ പ്രൈവറ്റ് ഡേറ്റകളൊക്കെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് സെക്യൂർ ഫോൾഡർ. അതും നൽകിയിട്ടുണ്ട്. അടുത്തുള്ള മറ്റ് ഫോണുകളിലേക്ക് നമ്മുടെ ഡേറ്റ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ക്വിക്ക് ഷെയർ സംവിധാനം, ഇതെല്ലാം സാംസങ്ങിന്റെ ഈ രണ്ട് ഫോണുകളിലും നൽകിയിട്ടുമുണ്ട്. 4 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളാണ് ഈ ഫോണുകൾക്ക് സാംസങ് നൽകുന്നത്. മാത്രമല്ല 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് ഈ ഫോണുകളിൽ നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5 വർഷം വരെ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നുമുള്ള ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാം ഗൂഗിൾ എന്ന ബ്രാൻഡ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഇപ്പോൾ നൽകുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് സാംസങ് ആണ്. 5 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഓരോ ഫോണുകളിലും ഇപ്പോൾ സാംസങ് നൽകി വരുന്നത്. മറ്റൊരു ബ്രാൻഡുകളും സാംസങ്ങിന്റെ അത്രയും ഉള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അത്രയും വർഷത്തെ അപ്ഡേറ്റുകൾ നൽകുന്നില്ല എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഒന്നായി സാംസങ് മാറിയത്. മാത്രമല്ല കഴിഞ്ഞ 10-30 വർഷമായിട്ട് സാംസങ് എന്ന പേര് നമ്മൾ ഇന്ത്യയിൽ ഇവിടെ കേൾക്കുന്നുണ്ട്. സാംസങ് ഫോണുകളും സാംസങ്ങിന്റെ മറ്റ് ഡിവൈസുകളും ചേർന്നുകൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞെങ്കിലേ നമുക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവുകയുള്ളൂ. അതായത് സാംസങ് ഫോൺ, സാംസങ്ങിന്റെ തന്നെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്, സാംസങ്ങിന്റെ തന്നെ ടാബ്, സാംസങ്ങിന്റെ തന്നെ TV, അങ്ങനെ നിരവധി ഡിവൈസുകൾ സാംസങ്ങിന്റെ തന്നെ ഉപയോഗിച്ച് ഇവ തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി, ആ ഒരു ഇക്കോ സിസ്റ്റം എന്ന് വേണം അതിനെ വിളിക്കാൻ. അതിലേക്ക് വരുന്ന ഒരു പുതിയ അഡിഷൻ ആണ് സാംസങ്ങിന്റെ A സീരീസ് ഫോണുകളായിട്ടുള്ള സാംസങ് ഗാലക്സി A55 ഗാലക്സി A35. മാത്രമല്ല ഈ ഫോണുകൾക്ക് ഇപ്പോൾ സാംസങ് നല്ല രീതിയിൽ വില കുറച്ചിട്ടുണ്ട്. തുടക്കത്തിലെ വിലയേക്കാൾ ഏകദേശം 6000 രൂപയും 5000 രൂപയുമാണ് ഈ രണ്ട് ഫോണുകൾക്ക് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ A സീരീസ് ഫോണുകളായിട്ടുള്ള A35 A55 നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങുന്നതിന് ഇതിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് A35ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 25,999 രൂപ മുതൽ നമുക്കിപ്പോൾ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ A സീരീസ് ഫോണുകൾ വാങ്ങാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ഒറ്റയടിക്ക് ഈ പറഞ്ഞ 25,999 രൂപ നമ്മുടെ കയ്യിൽ എടുക്കാനില്ലെങ്കിൽ മാസം വെറും 1723 രൂപ നൽകിക്കൊണ്ട് EMI വഴിയും സാംസങ്ങിന്റെ ഏറ്റവും പുതിയ A സീരീസ് ഫോണുകൾ വാങ്ങാനുള്ള ഓപ്ഷൻ ഇപ്പോൾ സാംസങ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ വിലയും കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കണ്ട AI ഫീച്ചർ ആയിട്ടുള്ള ഗൂഗിൾ സെർച്ച് പോലുള്ള ഫീച്ചറും ഈ ഒരു ഫോണിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും സാംസങ് A സീരീസ് ഫോണുകൾ വാങ്ങാൻ പറ്റിയ ടൈമാണ് ഇപ്പോൾ. ഈ ഫോണുകളെ പറ്റി കൂടുതൽ അറിയാനോ അത് പർച്ചേസ് ചെയ്യാനോ ഉള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം.